UAE-യുടെ കലാ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ സജീവ സാന്നിധ്യമാണ് ഇൻകാസ് ജനറൽ സെക്രട്ടറിയായ പുന്നക്കൻ മുഹമ്മദ് അലി. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി എന്നാൽ വെറുമൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഗുരുസ്ഥാനീയനാണ്. അതിനേക്കാളേറെ സഹോദര തുല്യനാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ പുന്നക്കൻ മുഹമ്മദ് അലിയോട് തർക്കിച്ച് ജയിക്കാനായേക്കും. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള തർക്കമാണതെങ്കിൽ തീർച്ച നിങ്ങൾക്ക് അടിയറവ് പറയേണ്ടി വരും. പ്രവാസികൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി എന്തു ചെയ്തു? മറുപടി പുന്നക്കൻ പറയട്ടെ. പ്രവാസികളുടെ ഒട്ടനവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങളിൽ കുടുങ്ങി നിയമസഹായം ലഭിക്കാതെ ജയിലിൽ കിടക്കേണ്ടി വന്ന, അതുപോലെ സ്പോൺസർമാരുടെയും മറ്റും പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇവിടെ നിന്നും നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത ഒട്ടനവധി ആൾക്കാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം ആദ്യമായി ഊന്നൽ നൽകിയത്. അദ്ദേഹത്തിന്റെ ഫലമാണ് ഇന്ന് ബജറ്റ് വിമാനമായ എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള മറ്റ് രാജ്യത്തിന്റെ ഏറ്റവും ഫെയർ കുറഞ്ഞ വിമാനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് പോകുന്നത് എന്നുള്ള സത്യം പ്രവാസ ലോകം തിരിച്ചറിയേണ്ടതുണ്ട്. എയർലൈനിലെ ആദ്യമായി ഇന്ത്യ ഗവൺമെന്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയപ്പോൾ ആ വിമാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് വന്നുകൊണ്ട് വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിമാന സർവീസ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിമാനത്തിന്റെ ആശയവും അതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊന്ന് പ്രവാസികളുടെ വോട്ടവകാശത്തിന്റെ കാര്യത്തിലാണ്. പ്രവാസികൾക്ക് വോട്ടവകാശം, മൗലികാവകാശം വേണം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. പ്രവാസികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപക്ഷെ UAE-യിലെ ലേബർ ക്യാമ്പ് സന്ദർശിച്ച് അവിടുത്തെ ലേബർക്കിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്ന് അർത്ഥശങ്കക്കില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ 40 വർഷമായി എനിക്കറിയാം. പക്ഷേ 35 വർഷം അദ്ദേഹത്തോട് തൊട്ടടുത്ത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനല്ലാതെ, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനല്ലാതെ ഒറ്റ കാര്യം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാളീച്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനത്തെ ഒരു ജീവിതമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തിത്വം, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തിന് ഭക്ഷണം പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അതുപോലെ ആൾക്കാരോടുള്ള പെരുമാറ്റം, പലപ്പോഴും അദ്ദേഹം വലിയ ജനക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആൾക്കാരുടെ തള്ളും ബഹളവും ഒക്കെ കാണുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ക്ഷമയുണ്ട്. പലപ്പോഴും അദ്ദേഹത്തോടൊപ്പം പല സ്ഥലത്തും എത്തുമ്പോൾ ഞാനൊക്കെ വല്ലാതെ പ്രകോപനായിട്ടുണ്ട്. പക്ഷെ എന്നെപ്പോലും നിയന്ത്രിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ക്ഷീണമറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ ഊർജമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും പുന്നക്കൻ പറയുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ രൂപത്തെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയത് അദ്ദേഹം സ്വയം കീറിയതാണ്, അദ്ദേഹം മുടി വാരാതെ നിൽക്കുന്നത് അത് സ്വയം ചെയ്യുന്നതാണെന്നൊക്കെയുള്ള വിമർശനങ്ങൾ, അത് അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ശരിക്കും അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി മനസ്സിലാക്കാത്തത് കൊണ്ട് വിമർശിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വേഷങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു കാട്ടിക്കൂട്ടലാണ് എന്നുള്ള പ്രചരണമൊക്കെ അടിസ്ഥാനരഹിതമാണ്. അതൊക്കെ വിമർശിക്കാൻ വേണ്ടിയുള്ള ചില വിമർശനങ്ങളാണ്. അദ്ദേഹം കരുതി കൂട്ടി അങ്ങനെ ഷർട്ട് കീറാനോ അല്ലെങ്കിൽ മുടി വാരാതിരിക്കാനൊന്നും യാതൊരു ഒരു 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 ആവശ്യവും അദ്ദേഹത്തിന് ഇല്ല. കാരണം
അദ്ദേഹം ജനങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ്, ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നിൽക്കുന്ന നേതാവല്ല. അദ്ദേഹത്തിന്റെ ജീവിതം ജനങ്ങളുടെ മുന്നിലുള്ള ജീവിതമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. അദ്ദേഹം എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നതെന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കാരണം അദ്ദേഹം എപ്പോഴും സജീവമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ ആദ്യമായി UAE വന്നപ്പോൾ ആ 2 ദിവസവും മുഴുവനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായ ഒരാളാണ് ഞാൻ. കേവലം 3 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങിയത്. അത് തുറന്നൊരു പുസ്തകമാണ്. എനിക്കൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ UAE സന്ദർശനം കഴിഞ്ഞ് നേരെ എറണാകുളത്ത് പോയി, എറണാകുളത്ത് നിന്ന് നേരെ ബാംഗ്ലൂരിലേക്കുള്ള വേറൊരു വിമാനത്തിലേക്ക് കയറിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു മുഖ്യമന്ത്രി, വല്ലാത്തൊരു മനുഷ്യൻ. ഈ മനുഷ്യന് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോട് ഇത്ര ഇഷ്ടമെന്ന് കുസൃതിയോട് ചോദിച്ചു. സംശയലേശമന്യേ മറുപടി. ഉമ്മൻചാണ്ടിയെ വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടു. അത് വളരെ ദൂരെ നിന്ന് കാണാനുള്ള അവസരമാണ് ഉണ്ടായത്. AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ശ്രീ ഉമ്മൻചാണ്ടി നയിച്ച ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോഴും അന്നും ഞാൻ നാട്ടിലാണ് ഉണ്ടായത്. അന്ന് 92-ൽ അവിടെ നിന്നാണ് ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും ആത്മബന്ധം, ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത് എനിക്കുണ്ടാകുന്നത്. അത് ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സമീപനം, അദ്ദേഹം മറ്റുള്ളവരോട് കാണിക്കുന്ന സമീപനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ആരെങ്കിലും ഒരിക്കൽ കണ്ടാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരാൾ പരിചയപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും ശ്രീ ഉമ്മൻചാണ്ടിയെ മറക്കില്ല. കാരണം അങ്ങനെയാണ് പെരുമാറ്റം, അങ്ങനെയാണ് ആൾക്കാരുള്ള സമീപനം, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും. അദ്ദേഹത്തെ അത് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഉമ്മൻചാണ്ടി നിയമസഭാ സാമാജികത്വത്തിന്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഹൃദയത്തിലേറ്റുന്ന പുന്നക്കൻ മുഹമ്മദ് അലിയെ പോലുള്ള പ്രവാസികളും ആഹ്ലാദത്തിലാണ്.